ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വിവാഹ ജീവിതം ഉണ്ടാകുമോ? ലിവിംഗ് ടുഗദർ ആണോ കല്യാണ ജീവിതമാണോ അവർ ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ട് കാണുന്നത്? പിന്നെ വിവാഹ ജീവിതം അനിവാര്യമല്ലേ? അപ്പൊ പക്ഷെ പിള്ളേർക്ക് വേണ്ടല്ലോ വിവാഹം. നമ്മുടെ മക്കള് തന്നെ പറയും നമുക്ക് അതിന്റെ ആവശ്യമില്ലാന്ന്. അല്ല, മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്വർണവും പണങ്ങളും അത് പുരുഷന്റെ വീട്ടിൽ ചെല്ലുമ്പോ നമ്മൾ എല്ലാവരും ഒന്നും ഒരുമിച്ച് പറയാൻ പറ്റില്ല. എല്ലാവരും നോക്കുന്നില്ല എന്നും പറയണില്ല, നോക്കും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല, അല്ലേ? അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം പോണം. പിള്ളേര് പറയുന്നത് എന്തിനാ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയോ കാര്യമാണെ സ്വന്തമായിട്ട് ജീവിക്കാം, വിവാഹം കഴിച്ച് ജീവിക്കണം എന്നല്ല, ടെൻഷൻ ഒഴിവാക്കാം. അവരുടെ അച്ഛനെയും അമ്മേനെ നോക്കണ്ട. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മുടെ അച്ഛനെയും അമ്മേനെയും ഭർത്താവിന്റെ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും നോക്കണം. അത് നോക്കണ്ട, സ്വന്തം അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അച്ഛനെയും അമ്മേനെയും നോക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിലല്ലേ നോക്കാൻ പറ്റുള്ളൂ. പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല വിവാഹം കഴിക്കാനായിട്ട്. പെൺപിള്ളേർക്ക് വേണ്ടാന്നാ പറയുന്നത്. അന്വേഷിക്കുക പെൺപിള്ളേരും ഇല്ല, ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പത്തെ പിള്ളേരൊക്കെ വേറെ മൂടാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇപ്പത്തെ പിള്ളേരൊക്കെ പൊടിയടി മൂടാണ്. ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. ഇപ്പൊ എവിടെ ചെന്ന് അവസാനിക്കും? ഇത് എവിടെ അവസാനിക്കാൻ? പിള്ളേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കണ്ടില്ലേ പേപ്പറിൽ ഇച്ചിരാത്ത പെൺപിള്ളേരെ കാട്ട് മറ്റേ കഞ്ചാവ് പൊടിയെ കാട്ട് പിടിക്കുന്നില്ലേ? അതന്നെ. ഒരു കാമുകം കഴിഞ്ഞാൽ അടുത്ത കാമുകിലേക്കുള്ള ചേക്കേറ, അത് വളരെ വൃത്തിയുടെ. ഇപ്പത്തെ പിള്ളേർക്ക് മറ്റേ ആൺപിള്ളേരുടെ ആവശ്യം കാണാൻ വേണ്ടി ഒരു പെൺപിള്ളേരെ കണക്കാക്കുക. എല്ലാരും അങ്ങനെ തന്നെയാണ്. അന്ന പിള്ളേർ അങ്ങനെയാണ്. ഇനിയുള്ള പിള്ളേരാകുമ്പോ ഒരാൾക്ക് വളർത്താൻ നോക്കും. ഇല്ല, അങ്ങനെ നിന്ന് പോകാനുള്ള അത്ര എത്തിയിട്ടില്ല, തോന്നിയിട്ടില്ല. ലിവിങ് ടുഗദർ ഒരിക്കലും മാരേജിന് എഗെയിൻസ്റ്റ് ഒന്നും അല്ല. അതൊരു ലൈഫ് സ്റ്റൈലാണ്. അതിനുശേഷം മാരേജ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആവേണ്ട കാര്യമുണ്ട്. ലിവിങ് ടുഗദർ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഒരിക്കലും ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ താമസിക്കുക, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക, അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കി പോകുക എന്നുള്ളതല്ല. ആ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറേണ്ടതുണ്ട്. മാരേജിന് പോകുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി ഒരു കപ്പിള് ലിവിങ് ടുഗദറിൽ ഇരിക്കണം എന്നുള്ളതാണ് ഒരു യൂത്തിന്റെ അഭിപ്രായം. നമ്മുടെ ആളുടെ സ്വഭാവം തരവെല്ലാം രീതി മനസ്സിലാക്കി എടുത്ത് നമ്മുടെ ബന്ധത്തിലേക്ക് പോകുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് ഉള്ള പ്രോസസ്സാണ് ലിവിങ് ടുഗദർ. ആ ടേം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് അതിനും കാരണങ്ങളുണ്ട്. അതിന് വേറെ രീതിക്ക് ലിവിങ് ടുഗദറിനെ മാറ്റിയെടുക്കുന്ന ഒരു യൂത്ത് ഉണ്ട് വേറെ. അതുകൊണ്ട് തന്നെയാണ് ആ ടേം മാനിപ്പുലേറ്റഡ് ആയി പോകുന്നത്. ഇപ്പോൾ കൂടുതൽ എയ്ഡ്സ് പകരുന്നു എന്ന് പറയുന്നത് ലിവിങ് ടുഗദർ കൂടുന്നത് കൊണ്ടാണെന്ന് മേ ബി പറയാം. കാരണം അങ്ങനെയുള്ള ഒരു അതിനെ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടാത്തതുകൊണ്ടാണ്. ആക്ച്വലി അതൊരു നല്ലൊരു ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ രണ്ടിനും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ശ്രദ്ധേയമായ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ത്രീകൾ സുരക്ഷയാണോ? എന്ത് വന്നാലും ഇല മുള്ളിൽ വീണാലും മുള്ള് ഇലയിലേക്ക് വീണാലും ഇലയ്ക്ക് കേടെന്ന് പറയുന്ന പോലെ ഇവിടെ സ്ത്രീ സുരക്ഷയാണോ? അതെ, അത് ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്. അതൊരു നെഗറ്റീവ് വശമാണ്. അവിടെയാണ് സ്ത്രീക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ ലിവിങ് ടുഗദർ നെഗറ്റീവ് സൈഡായിട്ട് വരുന്നത്. ഒരിക്കലും ലിവിങ് ടുഗദർ വേണമെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ മാരേജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജിന് കുറച്ചും കൂടെ സ്ത്രീകൾക്ക് സപ്പോർട്ടീവ് ആണ്, കുറച്ച് ലോസ് വരുന്നുണ്ട്. പക്ഷെ ലിവിങ് ടുഗദറിലെ സ്ത്രീകൾ ചിലപ്പോൾ അവിടെ വിക്ടിം ആകപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വിവാഹ ജീവിതം നിന്ന് പോയിട്ടില്ല? ഒരിക്കലും ഇല്ല. അത് വേറൊരു രീതിക്ക് മാറി മിസ്റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും നിന്ന് പോകേണ്ട കാര്യമല്ല. മാരേജ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടുപേരും ജീവിച്ച് കുടുംബപരമായിട്ട് ഇരിക്കുന്ന നല്ല ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പിന്നെ വിവാഹം വേണ്ടേ നമുക്ക്? ഒരാൾ പാർട്ട്ണർ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരണ്ട് പറഞ്ഞാൽ നമുക്കൊരു കല്യാണം അത്യാവശ്യമല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മുടെ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയണത്. റൈറ്റ്, തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണം വേണ്ട, കുട്ടികൾ വേണ്ട. അതെങ്ങനെയാണ് ശരിയാണത്? അതൊരു ശാശ്വതമല്ല. എന്തിനാണ് നമ്മളെ ദൈവം തന്നെ ശിക്ഷിച്ചേക്കണത്? നമ്മൾ ശിക്ഷിച്ചേക്കണത് എന്തിനാ? നമ്മുടെ തലമുറ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ അവരെ സംശയമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിക്കോളൂ. എന്തുണ്ടെങ്കിലും നമ്മൾ ചിരിച്ചും സംസാരിച്ചും തീർക്കും. നമുക്കൊരു പാർട്ണർ, ഒരു കൂട്ടാളി, ഒരു തുണ നമുക്ക് ആവശ്യമാണോ? ആവശ്യമാണ്, തീർച്ചയായിട്ടും. ഇപ്പൊ പല സന്ദർഭങ്ങളിലും നമ്മൾ വീടിന്റെ പരിസരങ്ങൾ കണ്ടേക്കണേ വേണ്ടെന്നും പറഞ്ഞിരുന്ന് ലാസ്റ്റ് 50 വയസ്സിലും 51 വയസ്സിലും കെട്ടിക്കഴിഞ്ഞാൽ അതിൽ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ ഇവരെത്ര നാളെ നോക്കുവരാ? ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണ് താല്പര്യമെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കൂ. പിന്നെ സമൂഹത്തിനും വലിയ പങ്കുണ്ട്. ഇന്ന് സ്ത്രീധനത്തിന്റെ പേരിലും അങ്ങനെ ന്യൂസ് എല്ലാം കാണുന്നതാണല്ലോ. അപ്പം ഓരോരുത്തർ ഇതനുസരിച്ചിരിക്കും. ബെസ്റ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. ബെസ്റ്റി എന്ന് പറയുന്നത് ഇപ്പൊ വന്ന ഒരു എന്താ പറയാ, അതിനങ്ങനെ കാണുന്ന ഈ സമൂഹം രൂപപ്പെടുത്തി എടുത്തതാണത്. ഒരിക്കലും ആദ്യം ഉള്ളതല്ല.
പിന്നെ പണ്ടൊക്കെ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയാണ്. പക്ഷെ ആ ഒരു ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഇപ്പൊ അല്ല, സമൂഹം മാറ്റിയെടുത്തതാണ്. ബെസ്റ്റി പഴയ ബെസ്റ്റി അല്ല. ബെസ്റ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് അല്ല എന്നല്ല, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടേം ബെസ്റ്റി എന്ന് പറയുന്ന ടേമിനെ മറ്റൊരർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ടൈപ്പ് സമയമുണ്ട് ഇപ്പൊ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഗേൾ ആവാം, ബോയ് ആവാം, ആരും ആവാം. ഇപ്പൊ ഇതെന്റെ ബെസ്റ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു തരത്തിൽ കാണുന്ന ഒരാളുണ്ടെങ്കിൽ അത് അവരുടെ ചിന്താഗതിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഇല്ലാത്തവരും ഇല്ലാന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അത് ഓരോരോ വ്യക്തികളെ അനുസരിച്ചിരിക്കുമല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതപ്രകാരം നമ്മൾ കല്യാണം കഴിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ ഇതിലും ഹൈന്ദവ വിശ്വാസപ്രകാരം കല്യാണം ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസപ്രകാരം കല്യാണം ഉണ്ട്. അത് കോർട്ടിലും അംഗീകരിച്ചിട്ടുള്ള, അതായത് നിയമപരമായിട്ടുള്ളതാണ്. അപ്പോ ഇതൊന്നും പരിഗണിക്കാണ്ട് നമുക്ക് കല്യാണം കഴിക്കാലോ, രജിസ്റ്റർ മാരേജ്. അതായത് ആണെന്നുള്ള നിലയിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞല്ലേ. വ്യക്തിപര താല്പര്യം. ഇപ്പൊ എനിക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന പങ്കാളിയോട് കൂടെ ജീവിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ വേണം എന്ന് നിർബന്ധമില്ലാന്നുണ്ടെങ്കിൽ അത് ഞാനും ആ വ്യക്തിയും തീരുമാനിച്ചാൽ മതി. നമ്മൾ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ചിന്തിക്കാം. ഇനിയിപ്പം നാട്ടുകാരെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഘട്ടത്തിൽ എനിക്ക് വിവാഹം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറഞ്ഞു പോയി എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അത് ഓരോ വീട്ടിലെയും സാഹചര്യവും ആളുകളെ കാഴ്ചപ്പാടും പോലെ ഇരിക്കും. ഇപ്പൊ എന്റെ വീട്ടില് അങ്ങനെ അമ്മക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരാളൊന്നല്ല എന്റെ അച്ഛൻ. എന്റെ അമ്മക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും അച്ഛനോട് ഓക്കെ ഇത് ഞാൻ ചെയ്താൽ എങ്ങനെയായിരിക്കും ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. അല്ലാതെ സ്വാതന്ത്ര്യം കൊടുക്കാൻ അച്ഛനാരും അല്ല. അത് പിന്നെ അത് ചോദിച്ചു വാങ്ങേണ്ടതും അല്ല. ഓൾറെഡി നമുക്ക് ഉള്ളതാണ് സ്വാതന്ത്ര്യം. ഏറ്റവും സേഫ് ആയിട്ട് തോന്നിയതാ ഇത്രയും സംസാരിച്ചാൽ? എങ്ങനെ വിവാഹ ജീവിതമാണോ ലിവിങ് ടുഗദർ ആണോ എന്നുള്ളത് സേഫ് ആയിട്ട് എന്ന് പറയുന്നത് അത് ഓരോരുത്തരോ ഇതനുസരിച്ചിരിക്കും. എന്റെ സേഫ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ളതാണ്. അതൊരു പക്ഷെ എന്റെ ഒരു പാർട്ട്ണറിനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചെടുക്കുന്ന ഒരു ഇതായിരിക്കും. ഇപ്പൊ ഞാൻ അതിനെ പറ്റി അത് നമുക്ക് ആ സമയത്ത് എന്ത് തോന്നുന്നു, ഇപ്പൊ മാരേജ് എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു സ്റ്റാറ്റസുമായി മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പോകും. ഇനി അതല്ല നമുക്ക് ഓക്കെ എനിക്ക് ആ പങ്കാളിയോട് കൂടെ ജീവിക്കാൻ മറ്റൊരാളുടെ ചിലപ്പോ എന്റെ കുടുംബക്കാരുടെ ഞാൻ പറയുന്നുണ്ടാവാം ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമാണ്, ഓക്കെ അത് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത കാര്യമാണ്. അത് നാട്ടുകാരെയോ അല്ലെങ്കിൽ സൊസൈറ്റിനെയോ ഒരു ടാഗ് ലൈനോട് കൂടി ബോധിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മാരേജ് എന്നുള്ള രീതിയിലേക്ക് പോകുമായിരിക്കും, പ്രൊസീഡ് ചെയ്യായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ മതി, ഏതെങ്കിലും ഒരു രണ്ടാൾ നമുക്ക് ഒരുമിച്ച് ഒരുപോലെ ജീവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവര് അവിടെ എന്താ പറയാ അവർക്ക് പിന്നെ മറ്റൊരാൾക്ക് അതിനെ തകർക്കാനോ അല്ലെ തടുക്കാനോ പറ്റില്ലല്ലോ. അപ്പൊ അത്തരത്തിലാണ് സെയിം അഭിപ്രായം തന്നെയാണ്. പങ്കാളിയും നമ്മൾ രണ്ടുപേരും ചേർന്ന് എടുക്കേണ്ട തീരുമാനമാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. അങ്ങനെ അനുയോജ്യമായിട്ടുള്ള ഒരാൾ വരുവാണെങ്കിൽ അയാളുടെ ഒപ്പീനിയനും കൂടി നോക്കി രണ്ടാക്കും എന്താ പറയാ ചേർന്ന് പോവാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും നമുക്ക് വിവാഹ ജീവിതം ആയിട്ട് തുടരണം എന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ ഇന്ന് കാണുന്ന ഇന്നല്ല ഇപ്പൊ കുറച്ചായിട്ട് മാത്രമേ ഉള്ളൂ കേരളത്തിൽ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മള് ആ ഒരു രീതിയിൽ ഈ അച്ഛൻ അമ്മ കുട്ടികള് കൂട്ടുകുടുംബം എന്നുള്ള ആ ഒരു ഇത് വരുന്നത് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ. മുന്നേ ഒന്നും ഇങ്ങനെയല്ല. അത് കേരള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത് പങ്കാളി വരുന്നത് പോലെ ഇരിക്കും. പങ്കാളിന്റെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമുക്ക് ജീവിച്ചുകൂടെ? വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കാം, പക്ഷെ എല്ലാം നമുക്ക് കൊടുക്കാം. അതാ പറഞ്ഞ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ രണ്ടാക്കും പോവാൻ പറ്റും എന്നുള്ള രീതിയിൽ അയാളുടെ അഭിപ്രായവും എന്റെ അഭിപ്രായവും ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ അയാളെ ചൂസ് ചെയ്യും. അതുപോലെ തന്നെ ഏത് ലൈഫിൽ എങ്ങനെ പോകണം എന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ഈ കലാലയത്തിൽ ജീവിക്കുന്നു. അപ്പൊ ഇത്ര നാൾ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ലിവിങ് ടുഗദർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആണല്ലോ. ഇവിടെ ഉള്ളത് എനിക്ക് അറിയാം, പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരുണ്ട്, ഒരുപാടുള്ളവരുണ്ട്, നേരെ മറിച്ച് ഫെയിൽ ആയിട്ടുള്ളവരുണ്ട്. അത് ഓരോരുത്തരും മാരേജ് ലൈഫ് ഇപ്പൊ പറഞ്ഞ ഭയങ്കര സെറിമണി നടത്തി മാരേജ് ലൈഫ് ആയാലും സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഡിവോഴ്സ് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എല്ലാത്തിനും എന്തുണ്ട് ഡ്രോബാക്ക്. നിങ്ങൾ മൂന്ന് പേര് ചേർന്ന് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പണ്ട് കാലങ്ങളിൽ 70, 80, 90 കാലങ്ങളിൽ 2000, 2010 കാലങ്ങളിൽ ആണുങ്ങളാണ് കൂടുതൽ പൈസ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നീ അവിടെ വരണം, ഇത്ര സമയത്ത് വരണം, വന്നിരുന്ന പേയ്മെന്റ് ആര് കൊടുക്കും, ഞാൻ കൊടുക്കും, ആണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇച്ചിരി മാറി പെണ്ണുങ്ങൾ കൂടുതൽ കൊടുക്കുന്നതായിട്ട് കേൾക്കുന്നത് ശരിയാണോ?
കൂടുതൽ കൊടുക്കുന്നു എന്നൊന്നും പറയുന്നില്ല. അത് ചുമ്മാ പറഞ്ഞാണ്, നിങ്ങളുടെ മനസ്സറിയാൻ പറഞ്ഞു. അങ്ങനെയല്ല. ഇപ്പൊ പെൺകുട്ടികള് കൂടുതൽ കാര്യങ്ങള് അങ്ങനെയല്ല, ആദ്യകാലങ്ങളിൽ ഇന്നത് ഇന്നവർക്കെന്നാ. ഇപ്പൊ ആർക്ക് കൊടുത്താലും പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഞാൻ കൊടുത്താലും ഇവള് കൊടുത്താലും പൈസ കൊടുത്താൽ പോലെ. എന്നുള്ളതല്ല. പ്രസക്തി ഇല്ല അതെ. സത്യം പറഞ്ഞാൽ. ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ അതിപ്പോ നമ്മളിപ്പോ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതല്ല, Stable ആയത് ആരാണോ അവരെ കൊടുക്കുന്നുള്ള രീതി. ഫിറ്റ് ആയിട്ടുള്ള ചെയ്യട്ടെ. അതിപ്പോ നമ്മള് ഫ്രണ്ട്സ് പോയാൽ ഇപ്പൊ ഞാനോ നമ്മൾ മൂന്നുപേരും പോയി, നമ്മൾ മൂന്നുപേരും ഞങ്ങൾ പോയി, ഇത്ര ഇപ്പൊ രൂപ ഇറക്കി ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ കൊടുക്കും. അത് ഞാനൊരു ഉദാഹരണം പറയാം. 4 ദിവസം നമ്മൾ കൂടി. ആദ്യത്തെ ദിവസം ഞാൻ കൊടുത്തു, രണ്ടാമത്തെ ദിവസം പേരെന്താണ്, വിഘ്നേഷ്. വിഘ്നേഷ് കൊടുത്തു, മൂന്നാമത്തെ ദിവസം മോള് കൊടുത്തു, നാലാമത്തെ ദിവസം മോള് കൊടുത്തു. സ്ഥിരമായിട്ട് ഞാൻ തന്നെ കൊടുക്കുക, അല്ലെ സ്ഥിരമായിട്ട് മോള് തന്നെ കൊടുക്കുക, അല്ലെ സ്ഥിരമായിട്ട് നിങ്ങൾ തന്നെ കൊടുക്കുക, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതിപ്പോ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നോട്, അതുകൊണ്ടാണ്. സംവിധാനം എന്ത് കൊടുക്കുന്നു ക്യാഷ് 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 ആർക്ക്? നമ്മൾ സിനിമ കാണുമ്പോൾ ക്യാഷ്, ഞാൻ ഒന്നുകൂടി തെളിച്ചുതരാം. നമ്മൾ സിനിമ കാണുന്നു, അതിന്റെ പേയ്മെന്റ്. നമ്മൾ ചായ കുടിക്കുന്നു, അതിന്റെ പേയ്മെന്റ്. നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതിന്റെ പേയ്മെന്റ്. ടൂർ പോകുന്നു, അതിന്റെ പേയ്മെന്റ്. അതാണ് ചോദിച്ചത്. അത് ഇഷ്ടത്തോടെ ഒരാൾ കൊടുക്കുന്നതാണെങ്കിൽ അത് അങ്ങനെ ഇന്നയാള് കൂടുതൽ കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. നേരെ മറിച്ച് അങ്ങനെ അല്ലെങ്കിൽ അല്ല, അത് പറയാനുള്ള സ്പേസ് നമുക്കിടയിൽ ഉണ്ടാവുമല്ലോ. എന്റെ കാശ് ഇവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോട്ടെ, ഇവർ മേടിക്കാൻ താല്പര്യം നേരെ വെച്ചവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ആയിരിക്കുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഈക്വാലിറ്റി ഇപ്പോഴാണ് അതിലും വരുന്നത്. പണ്ട് ആണുങ്ങള് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യും. നീ ഇന്ന സമയത്ത് വരണം, അപ്പൊ ഇന്ന സമയത്ത് പെണ്ണ് വന്നു, നീ ഇന്ന ചുരിദാർ എടുത്തോണ്ട് വരണം, അങ്ങനെ പറയായിരുന്നു. ഇപ്പൊ അതൊക്കെ പറഞ്ഞ പോടാ എന്റെ പാട്ടെന്ന് പറയല്ലേ. അപ്പൊ ക്യാഷ് ഞാൻ മുടക്കുന്നു, ആണുങ്ങൾ മുടക്കുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ. ആ ഒരു സിസ്റ്റത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. പുരോഗമനം വന്നിട്ടുണ്ട്. അത് സമൂഹം മാറുന്നതിനനുസരിച്ച് ആളുകളിലും മാറ്റം. ഇവിടെ എടുത്തു നോക്കിയാൽ ഇവിടെ എല്ലാം വിമൻസ് ഉണ്ട്. ജോലി ടീച്ചേഴ്സ്, സ്റ്റാഫ് ആയാലും കോ സ്റ്റാഫ് ആയാലും എല്ലാവരും വിമൻ ആണ്. മെനു ഉണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഇപ്പൊ എല്ലാം ഇടകലർന്നാണ്. എല്ലാ സെന്ററുകളും എല്ലാവരും ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ക്യാഷിനായിരുന്നു പിന്നെ ആർക്ക് പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം, ഇവരുണ്ടാക്കുന്നത് ഇവർക്ക് ഉപയോഗിക്കാം, ഇപ്പൊ നമ്മുടെ ആൾക്ക് ഉപയോഗിക്കാം. ഇന്ന് സ്ത്രീകൾ എല്ലാ തരത്തിലും തുല്യമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നു. നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. പണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭാര്യമാരിരിക്കും, ഭർത്താക്കന്മാർ അന്വേഷിച്ചുകൊണ്ടിരും, അവർ കുട്ടികളെ നോക്കുന്നതാണ്. പക്ഷെ ഇന്ന് എഡ്യൂക്കേഷൻ വന്നു, അപ്പൊ രണ്ടും ഒരു ഘടകമായി തീർന്നിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇത്രയും വലിയ എക്കാലത്തും എഡ്യൂക്കേഷൻ ആണ് സമൂഹത്തിനെ മാറ്റിമറിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ലഭിച്ചു, അത് അനുസരിച്ച് അവര് കൂടുതൽ വലിയ വലിയ മേഖലകൾ കീഴടക്കാൻ തുടങ്ങി. പണ്ടൊന്നും പിന്നെ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം. അതായത് ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്ന്. പറയുന്ന പോലെ സായന്ത്രം അച്ഛന്റെ കീഴിലായിരിക്കും, പിന്നെ അത് ഭർത്താവിന്റെ മനുസ്മൃതി, മകന്റെ കീഴില്. അങ്ങനെ ഒരു സർക്കിളിൽ കൂടെ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ എഡ്യൂക്കേഷൻ കിട്ടി, സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി, കുടുംബത്തിനെ പോറ്റുകയും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും, അതായത് ഓൾ ഇൻ ഓൾ ആണ് സ്ത്രീ. ഇപ്പോ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാള്, ഇപ്പോ മൊത്തത്തില് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന സ്ത്രീ. ഞാനത് ചിന്തിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. കാലം എത്ര പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ജോലി ചെയ്യുന്നു, ഭർത്താക്കന്മാരെക്കാളും ഇൻകവും കൊണ്ടുവരുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്. അത് അംഗീകരിച്ച് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഒരു ശക്തി കൂടി, ഒരു മനസ്സിനും ശരീരത്തിനും മനസ്സിനും എല്ലാം കൂടി ഒരു ശക്തി കൂടി. അതായിരിക്കും ഒരു പ്രധാന കാര്യം. അത് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, അത് തീർച്ചയായിട്ടും നമുക്ക് മുന്നേ നടന്നു പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ പോരാട്ടമാണ്. എന്നും സ്ത്രീകൾക്ക് തളകെട്ടി നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പൊ വിമൻ എംപവർമെന്റ്, വിമൻ ടീം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഇപ്പൊ ഒരു സ്ത്രീ നല്ലോണം പഠിച്ചു നല്ല ജോലിക്ക് പോയിട്ട് വീട് ജോലിയുണ്ട്, അപ്പൊ അവര് ഇത് എന്റെ ഡ്യൂട്ടി തന്നെ വീട്ടിൽ, അവര് മാറ്റി ചിന്തിക്കണം, അവര് മക്കളെ പറയണം. ലൈക്ക് പെട്ടെന്ന് പറഞ്ഞു ചെയ്യുന്നില്ല, ഓരോ കാര്യങ്ങൾ തട്ടായിട്ട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അതാണ് ഇപ്പൊ വിമൻ അവരവിടെ തന്നെയാണ്, അവരൊരു ബാരിയർ ആയിരിക്കില്ല അവർക്ക്. മനസ്സിലായോ? അതിപ്പം അങ്ങനെയോ ഉണ്ട് സോഷ്യലി. മനസ്സിലായോ? അതാണ് അത് ഏറ്റവും വലിയ കാര്യം. അവര് സ്വയം വിചാരിച്ചത് കൊണ്ട് മാത്രമായില്ല, നമുക്ക് ചുറ്റിലുള്ളവരും കൂടി അത് അംഗീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം മാരേജ് സ്റ്റേറ്റിന്റെ പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറും കൂടി അത് മനസ്സിലാക്കണം. ഒപ്പം ഞാനും അതിനോട് തുല്യമായിട്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള രീതിയിൽ പോകുന്നത്. അത്തരത്തിൽ പോകുന്ന ഒരുപാട് ഫാമിലീസിന് ഇപ്പൊ കണ്ടുവരാറുണ്ട്. ഇപ്പം ഭാര്യ ജോലിക്ക് ചെയ്യാൻ പോകുന്ന ഒരു അവസരത്തിൽ ഭർത്താവ് ബാക്കി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മൊത്തത്തില് ഭാര്യമാർക്ക് ജോലിക്ക് പോകണം, ഭർത്താക്കന്മാര് പോണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവര് പോവാതെ ചുമ്മാ കള്ളും കുടിച്ച് അതും നടന്ന് നിൽക്കുന്ന സമയത്ത് ഒരു അവസരം ഇല്ലാതാണ് ഇവര് പോണത്. മനസ്സിലായി? ഇപ്പം
കുടുംബം നോക്കും മൊത്തം നോക്കുന്ന സ്ത്രീകളാണ്, പുരുഷന്മാരെ നോക്കുമ്പോൾ. പിന്നെ എന്നാലും പുരുഷൻ നോക്കുന്നുണ്ട്, മനസ്സിലായോ? പിന്നെ എഡ്യൂക്കേഷൻ ആയാലും അവരുടെ എംപവർമെന്റ് ആയാലും അവരും കൂടെ മുന്നിട്ട് നിൽക്കുക. അല്ല പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ നോക്കുന്ന ആരാ? സ്ത്രീകൾ. വീട്ടിലെ പണികൾ ചെയ്യുന്ന ആരാ? സ്ത്രീകൾ. ജോലിക്ക് പോയി പുരുഷനേക്കാളും കൂടുതലും സ്ത്രീകളാണ് ഇന്ന് ഇൻകം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു സ്ഥിതി ഇന്ന് ആയിട്ടുണ്ട്. പണ്ട് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഈ കോൺട്രിബ്യൂഷൻ എക്കോണമി വളരെ കുറവായിരുന്നു. ഇന്ന് അവരാണ് അതും കൂടുതൽ കൊണ്ടുവരുന്നത്. ആണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ജോലിയുമില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിനും, ഞാൻ പറഞ്ഞ പോസിറ്റീവായിട്ടല്ല പറഞ്ഞത്, സമൂഹത്തിനും കുറേ കടപ്പാട് അവരെ കൊണ്ട് തന്നെ ഉണ്ട്. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് അവരും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഇപ്പൊ ലിവിങ് ടുഗദറിലാണെങ്കിലും തുല്യമായിട്ട് അവരും ക്യാഷ് ഇറക്കുന്നുണ്ട്. പണ്ട് ആണുങ്ങളുടെ ആയിരുന്ന മൊത്തമായിരുന്ന കുത്തക ഇപ്പൊ അതില്ല. പണ്ട് 100%ഉം എവിടെയാണ് വരേണ്ടത്, നീ എന്ത് സാരി കൊടുത്താണ് വരേണ്ടത്, പൈസ ഞാൻ മുടക്കും, ആ ഒരു രീതി. ഇന്ന് അങ്ങനെയില്ല. വന്ന് കാണുന്നു, ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു, ആണും പെണ്ണും മുടക്കുന്നു പൈസ. അത് അവർക്കൊരു സ്ഥലം പറയാൻ കിട്ടിയോണ്ട്, ഇപ്പൊ ടെക്നോളജി വർദ്ധിച്ചത് കൊണ്ടാണ് അതൊരു കാര്യം, ഒരു പ്ലാറ്റ്ഫോം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാര്യം, ഇപ്പൊ ഇതോടെ പ്ലാറ്റ്ഫോം ഇല്ലേ, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. അല്ലാതെ മുമ്പ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും ഇല്ല. കാരണം മൊത്തവും മെയിൽ ഡോമിനേറ്റ് ആയതുകൊണ്ട് എവിടെ നോക്കിയാലും അവർക്കാണ് സ്ഥാനം. ലൈക്ക് ആരെങ്കിലും പറഞ്ഞ് കേട്ടാലും നമുക്കെല്ലാം പറയാൻ പറ്റും, പറഞ്ഞിട്ടും കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുള്ളു. ലൈക്ക് കുറച്ചവർക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ അതൊന്നും ചെറിയ ചെറിയ റെവല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒരു വലുതായിട്ട് കണ്ടില്ല. അപ്പൊ ഒരു പ്ലാറ്റ്ഫോം കിട്ടി ഇപ്പൊ ടെക്നോളജി ഡെവലപ്ഡ് ആയപ്പോഴാണ്. കാരണം ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ എല്ലാം, അപ്പൊ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. അതാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഒരു വലിയ കാര്യം.